സംസ്ഥാനത്ത് സർക്കാരിൻ്റെ വാഗ്ദാനം പാഴായതോടെ കണ്ണൂർ വിമാനത്താവള വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയവർ ദുരിതത്തിലായിരിക്കുകയാണ്. 9 വർഷം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം ലഭിക്കാതായതോടെ ഭൂരിഭാഗം കുടുംബങ്ങളും ആത്മഹത്യയുടെ വക്കിലാണ്. സർക്കാർ സ്ഥലം ഏറ്റെടുക്കാൻ സ്വന്തം പേരിലുള്ള ക്രയവിക്രയം നടത്തുവാനോ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുവാനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആളുകളുള്ളത്. എനിക്ക് നമ്മളെ കുടുംബത്തിലായിരിക്കും പൈസ ബാങ്കിലിടണ്ട, കാറ് വാങ്ങണ്ട, ബംഗ്ലാവ് വാങ്ങണ്ട, ഒരു നേരത്തെ കുളിക്കും ഒരു നേരത്തെ മരുന്നിനും വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും യാചിക്കലാണ് സർക്കാരിനോട്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇത് വെറും ഒരു കണ്ണുനീരല്ല. 9 വർഷമായി സംസ്ഥാന സർക്കാരിന്റെ വഞ്ചനക്കിരയായ ഒരു ജനതയുടെ ഉള്ളം പൊള്ളിയുള്ള കരച്ചിലാണ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയവരാണിവർ. ഇവരെ പോലെ 200ഓളം കുടുംബങ്ങളും. 9 വർഷത്തോളമായിട്ടും ഇതുവരെ 1 രൂപ പോലും നഷ്ടപരിഹാരം സർക്കാർ ഇവർക്ക് നൽകിയിട്ടില്ല. കയറാത്ത ഓഫീസുകളില്ല, മുട്ടാത്ത വാതിലുകളുമില്ല. എന്നിട്ടും ഒന്നും നടന്നില്ല. ഒരു കക്കൂസ് വരെ എടുക്കാനുള്ള ഒരു അനുവാദം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നില്ല. നിങ്ങൾ ആലോചിച്ചേക്കടെ, ഒരു കാല് പൊട്ടിയതോ അല്ലെങ്കിൽ വയസ്സായി കിടക്കുന്ന ഒരാൾ കിടക്കുമ്പോൾ അവരൊരു ബാത്റൂം കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ പൈസ? എന്തിനാ ഇത്? കുറേ വർഷം കഴിഞ്ഞിട്ട് ഇത് ഏറ്റെടുത്തിട്ട് കോടികൾ കിട്ടുന്നതും ഇപ്പം ന്യായമായ പൈസ തന്നിട്ട് കിട്ടുന്നതായിട്ട് ഇപ്പം കിട്ടുന്നില്ലേ അതിനുള്ള നല്ല ഇത്. അപ്പം നമ്മളിനി എന്താ വേണ്ടതെന്നുള്ള ഈ പ്രശ്നങ്ങൾ മൊത്തം ഇവിടെ നടന്നിട്ടോ ഈ ഏരിയയിൽ ഇനി ഏതെങ്കിലും ഭാഗത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ MLA പോയോ എനിക്കറിയില്ല. ഈ പ്രശ്നങ്ങൾ 9 വർഷമായിട്ട് അന്ന് രാജാട്ടം വന്നതല്ലാണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഈ പരിസരത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ടീച്ചറെ വീട്ടിൽ പോയിട്ട് നമ്മൾ കാല് പിടിച്ച് ചായച്ചിട്ടുണ്ട്. ടീച്ചർ ഒന്ന് ആ സ്ഥലം വന്ന് സന്ദർശിച്ചിട്ട് അതിൻ്റെ ഞാൻ കാണുന്നുണ്ട്, എനക്കറിയാമെന്ന് പറഞ്ഞു. ഇടത് സർക്കാരിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വീണ് വീടും സ്ഥലവും വിട്ടു നൽകിയ ഇവർ ഇന്ന് ഒരു നേരത്തെ മരുന്നിന് പോലും ബുദ്ധിമുട്ടുകയാണ്. ജനപ്രതിനിധികളാകട്ടെ ഇവരെ മറന്ന മട്ടാണ്. ഇതുവരെ വന്നിട്ട് നിങ്ങൾ ആലോചിച്ചോ, സ്വന്തം വീടുണ്ടായിട്ട് വാടക വീട്ടിൽ കഴിയേണ്ടി വരുന്നൊരവസ്ഥ. ഈ വീട്ടിന് പറഞ്ഞ പോലെ നികുതിയും പിന്നെ എല്ലാം അടച്ചിട്ട് ഇന്നും ഈ തകർന്ന് വീണ വീട്ടിന് നികുതി അടക്കുന്നുണ്ട്. അവർ എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് മറ്റൊന്നുമില്ല. അന്ന് EP ചേരാൻ പിന്നെ ഈ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് 4000 മീറ്റർ ആക്കുമെന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന അവിടെ പോയി ഗേറ്റിൽ സത്യാഗ്രഹം ഇരുന്നു. അതേ IP ജയരാജ് 5 വർഷം ഈ എയർപോർട്ടിൻ്റെ ചാർജുള്ള മന്ത്രിയായിരുന്നു, വ്യവസായ മന്ത്രിയായിരുന്നു. ഒരു കാര്യം ഇതിനു വേണ്ടി അയാൾ ഈ ഏരിയയിൽ വന്ന് നോക്കിയിട്ടും കൂടിയില്ല. ഇന്ന് വരെ 5 വർഷം ഉണ്ടായിട്ട് ഈ ഏരിയയിൽ വന്നിട്ട് നോക്കിയിട്ടില്ല. ഇന്ന് ശൈല ടീച്ചറും വന്നിട്ടില്ല ഇതുവരെ ഈ ഏരിയയിൽ. ജനങ്ങൾക്ക് വേണ്ടിയാകേണ്ട സർക്കാർ ജനദ്രോഹ നിലപാടെടുക്കുമ്പോൾ ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലാണ് വികസനത്തിനായി ഭൂമി വിട്ടുകൊടുത്തവർ. ജനം, കണ്ണൂർ. മിഥുൻ പിള്ള ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. മിഥുൻ, ഈ സർക്കാർ പറയുന്നത് കേട്ട് ഭൂമി വിട്ടു നൽകിയ ആളുകളുടെ വലിയ ദുരിത ജീവിതമാണല്ലോ മിഥുൻ നൽകിയ ആ റിപ്പോർട്ടിനകത്ത് വ്യക്തമാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പറയൂ മിഥുൻ. ഗൗതം, കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ റൺവേ വികസനവുമായി ബന്ധപ്പെട്ട സ്ഥലം വിട്ടു നൽകിയ ആളുകളാണ് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. കാരണം ഈ വിമാനത്താവളത്തിൻ്റെ റൺവേയോട് ചേർന്ന് കിടക്കുന്ന കൂടുതൽ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് റൺവേ വികസനം പൂർണ്ണമായും സാധ്യമാക്കുക എന്നൊരു ലക്ഷ്യമാണ് ആ സർക്കാർ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. ഈ നടപടിക്രമങ്ങളൊക്കെ ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുമെന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ നാട്ടുകാർ സ്ഥലം വിട്ടു നൽകിയതും അവിടെ നിന്ന് ഈ സർക്കാരിൻ്റെ വാക്ക് കേട്ട് കുടിയൊഴിഞ്ഞു പോയതും. എന്നാൽ 9 വർഷമാകാൻ പോകുന്നു. ഇത്രയും നാളായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഒരു നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. മാത്രമല്ല, ഈ സർക്കാർ ഏറ്റെടുത്ത നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിൻ്റെ പുറത്ത് അവർക്ക് ഇപ്പോൾ ആ സ്ഥലത്തുള്ള വീടുകൾക്ക് അറ്റകുറ്റപ്പണി നടത്താനോ അവർ തന്നെ പറയുന്ന ഒരു ബാത്റൂമോ ഒരു ടോയ്ലറ്റ് പോലും കൂട്ടി ഉണ്ടാക്കാനുള്ളൊരു അനുമതി അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷമകരമായ വസ്തുത. മാത്രമല്ല, 2 ഏക്കറും 3 ഏക്കറും 75 സെൻറ്റും ഒക്കെ ഇത്തരത്തിൽ ഈ പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്ത ആളുകളുണ്ട്. ആ ആളുകളെ സംബന്ധിച്ച് ആ നഷ്ടപരിഹാര തുക എന്ന് പറയുന്നത് അതിജീവനത്തിനുള്ള വലിയൊരു സഹായമാണ്. പക്ഷേ ഈ 9 വർഷമായിട്ടും അതിനായി അവർ ഈ ഓഫീസുകൾ കയറി ഇറങ്ങുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും പുറത്തൊക്കെ മറ്റ് പല വീടുകളിലും വാടകയ്ക്ക് താമസിക്കുകയാണ്. വാടക ആദ്യത്തെ 1 കൊല്ലം സംസ്ഥാന സർക്കാർ കൊടുത്തിരുന്നെങ്കിൽ പോലും പിന്നീട് 7-8 വർഷമായി അവർ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 200ഓളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വലിയ ദുരിതം അനുഭവിക്കുന്നത്.
അനുഭവിക്കുന്നൊരു സാഹചര്യമുള്ളത്. അതുതന്നെ ഈ കാനാട്, കോളിപ്പാലം, നല്ലാണി എന്നീ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ഈ എയർപോർട്ട് വികസനത്തിനായി ഇത്തരത്തിൽ സ്ഥലം വിട്ടു നൽകിയത്. എന്നാൽ സർക്കാർ എന്തുകൊണ്ട് ഇതിലൊരു മുഖം തിരിക്കുന്നു എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. സ്ഥലം MLA ആയ KK ശൈലജയുടെയും മുൻ MLA യും അതുപോലെ തന്നെ വ്യവസായ മന്ത്രിയുമായ EP ജയരാജന്റെയും അടക്കം ഇടങ്ങളിൽ അവർ നിരന്തരം പോയി കണ്ട് പരാതി പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും അത് പരിഹരിക്കാമെന്നൊരു മറുപടി അല്ലാതെ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നൊരു സങ്കടമാണ് അവർ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, പല ആളുകളും മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ വിഷമിക്കുന്നൊരു ഘട്ടമാണുള്ളത്. തങ്ങൾ മരിക്കുന്നതിന് മുന്നേ എങ്കിലും തങ്ങളുടെ സ്ഥലത്തിന് മുകളിലുള്ള നഷ്ടപരിഹാരം കിട്ടണമെന്നൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം മുന്നോട്ട് വെക്കുന്നത്. ഗൗതം, വിമാനത്താവളത്തിനായി ഭൂമി വിട്ടു നൽകിയ, കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾ പെരുവഴിയിലേക്കാകുന്ന സാഹചര്യമാണ്. റൺവേ വികസനത്തിനും മറ്റും സ്ഥലം വിട്ടു നൽകുന്ന ഘട്ടത്തിൽ അർഹമായ തുകയും മറ്റും നൽകുമെന്നാണെന്ന് സർക്കാർ വാഗ്ദാനം നൽകിയത്. എന്നാൽ യാതൊന്നും തന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും സംഭവിക്കുന്നില്ല. ഈ കുടുംബങ്ങളൊക്കെ ആത്മഹത്യയുടെ വക്കിലാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണീരാണ് നമ്മളിപ്പോൾ കണ്ടത്. മിഥുൻ പിള്ളയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത്.